ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങിയില്ല, ഉറങ്ങിയുമില്ല. അവൻ നിന്റെ പരിപാലകൻ. അവൻ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കും. ഇന്നും വലത്തേക്കും പരിപാലിക്കുന്ന ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. പരിശുദ്ധ പിതാവേ, നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലും അടിയങ്ങൾ കിടന്നുറങ്ങി. അവിടുത്തെ കരം ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ജീവനുള്ള ദേശത്ത് ആയുസ്സോടെ ആരോഗ്യത്തോടെ കർത്താവെ സഭയായി കൂടി വന്നത് കർത്താവ് ദൈവം ഒരുക്കിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഞങ്ങളോടൊപ്പം കർത്താവെ ഉറങ്ങുവാൻ കിടന്ന പലരും ഈ പ്രഭാതം കാണാൻ കഴിയുന്നു. പലരും രാവിലെ എഴുന്നേറ്റപ്പോൾ അവരുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാതായി പോയി. പലർക്കും ചെവി കേൾക്കുവാൻ കഴിയാതായി പോയി. പലരുടെയും കരങ്ങൾ ചലിപ്പിക്കുവാൻ കഴിയാതായി കാണുന്നു. പലരുടെയും നാവെടുത്ത് സംസാരിപ്പാൻ കഴിയാതായി കാണുന്നു. പ്രിയമുള്ളവരെ, ഇതൊന്നും നാം കർത്താവിനോട് ചോദിച്ചതല്ലെങ്കിലും ദൈവം നമ്മോട് കരുതുന്നതാണ്. നാം ശ്വസിക്കുന്ന പ്രാണവായു പോലും ദൈവത്തിന്റെ ദാനമാണ്. ഈ രാവിലെ ആ വലിയവനായ ദൈവത്തെ ആമേൻ ഹല്ലേലൂയ ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഒരുമിച്ച് ഞങ്ങൾക്ക് സഭയായി കൂടി വന്ന് ആമേൻ പാട്ടുകൾ പാടുവാനും ഹല്ലേലൂയ കർത്താവേ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനും നീ തന്ന ആരോഗ്യത്തിനായി ആയുസ്സിനായി ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് പാലിക്കട്ടെ. ആരെങ്കിലും രോഗികളായോ ഭാരത്തോടോ വേദനയോടോ അപ്പാ ഈ ആരാധന മധ്യേ ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ശക്തിയേറിയ വചനം, സൗഖ്യമാക്കുന്ന വചനം ആമേൻ ഹല്ലേലൂയ ആണിപ്പെടുന്ന കരത്തിനാൽ അവരുടെ മുറിവുകളെ കെട്ടി ഈ പകൽക്കാലം പറഞ്ഞയക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളും ദൈവനാമത്തിന്റെ മഹത്വത്തിനായി മാത്രം തീരുവാൻ ദൈവമേ പാട്ട് പാടുന്ന സഹോദരിമാരെ കർത്താവ് അഭിഷേകത്താകണമേ. കർത്താവെ, യൂത്ത് ബൈബിൾ സ്റ്റഡി ചെയ്യുന്ന, യൂത്ത് മെസ്സേജ് കൊടുക്കുന്ന കർത്താവിന്റെ ദാസനെ അപ്പാ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിൽ തരികയാണ്. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അവസാനമായി ഞങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീരുന്നു. കർത്താവേ, ഓരോ ശുശ്രൂഷകളിലും ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് മുതൽക്കാലം ഞങ്ങളിൽ വ്യാപരിക്കുവാൻ കർത്താവേ ഇടയാക്കി തീർക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഈ പകൽക്കാലം നിങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനകളും യാതൊന്നും കിടന്നുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ കേൾക്കണമേ ഞങ്ങളുടെ സ്തുതിയെ. മലയാളം പാട്ടുകൾ പാടി നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി നമ്മൾ പാടാൻ പോകുന്ന പാട്ട് വളരെ സുഖമായിട്ടുള്ള പാട്ടാണ്. നമുക്ക് ഒരുമിച്ച് പാടിയത് ദൈവത്തിന് അനുഗ്രഹമായി പാടിയത്. 7 വിളക്കിന് നടുവിൽ ശോഭപൂർണനായി മാറത്ത് പൊൻകച്ചയായി ഈശോയെ, ആദ്യനും അന്ത്യനും നീ മാത്രം ഈശോയെ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യൻ ഈശോയെ. രണ്ടാമത്തെ വരികൾ പറഞ്ഞു, നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞെടുക്കെ, നിന്റെ ഇഷ്ടങ്ങൾ എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ട യേശുവേ, നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.
ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന 2 പേർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. Hallelujah. Praise you, God. Glory to God. Hallelujah. Praise the name of God. Hallelujah. We worship you, God. Oh, we humble ourselves in your presence. Amen. Hallelujah. Our Father in heaven, thank you for this day that you've given us, God, so we can come here and worship and praise you, God. Thank you for the sacrifice you are given, God. You laid down your life so we could have freedom and eternal life, God, and live in a life of purity, God. We pray for the blessing of this service, God, that your Holy Spirit would work in this place, God, and not by our own strength, but by your might, God. We pray that you would lead us in spirit and not by our own abilities, God. We pray for the people in our church, God, who need support, strength, God. We pray that you would uphold them, God, and be with them, God. We pray for even us that are doing well, God. We thank you for the blessings you've given us in our life, God, and just today to be able to just thank you for all that you've done for us, God, and we pray for the rest of the service that it will go smoothly, and we thank you for all that you've done for us. Help us to be ready for the rapture. In Jesus' name we pray, amen. Amen. Praise God. Praise God. Let us all arise in the presence of God and read Psalm 32 responsively. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 32ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാൻ ഞാൻ മലയാളത്തിലാണ് വായിക്കുന്നത്. Those who are English, you can read it in English. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെയിരുന്നപ്പോൾ നിത്യമായ നരകത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയപ്പോഴും ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടിയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. അവസാനത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പീൻ, ഹൃദയപരമായിട്ടുള്ളവരെ ഘോഷിച്ച് ഉല്ലസിപ്പീൻ. നമ്മുടെ വിശുദ്ധ കാര്യങ്ങളെ ഒരു പ്രാവശ്യം
നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് അഭയം തരുന്ന, നമ്മെ നടത്തുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ സൂക്ഷിക്കുന്ന, ഇത്രത്തോളം നമ്മെ കൃപയിൽ നിർത്തിയ ആ ദൈവത്തെ സ്തുതിക്കുന്നു. Heavenly Father, we thank you once again for the grace of God that surrounds us. I pray that your presence will be real in this place, that the Holy Spirit will speak to each and every one of us. Bless us. In Jesus' name I pray. Amen. Amen. Please be seated in the presence of God. Thank God for another day the Lord has given to us to come back into His presence and to worship Him. And we all believe, not just I, we all believe that day in the house of the Lord is better than thousands elsewhere. യഹോവയുടെ കൂടാരത്തിൽ ആയിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. So it is a great time that when we come and God is speaking to us, He is guiding us and He is inspiring us today, and may God continue to be with us in this service and bless each and every one of us. And this morning I am very happy to see our brother Regison and his dear wife, sister, I believe her name is Rachel, and she is with us along with their 2 beautiful children, and the auntie, Alice auntie, they are with us, and they are our friends of our sister Vincy, and so we are so delighted that you are here in this church to worship with us. May God bless you as you worship with us. And we don't have any birthdays this week, and it will come later on, and may God bless all of us, because every moment of our life is a gift from God. Not only when we have a birthday to celebrate, every day that we have is a gift from God. So He brought us back into His house. I thank God for every one of you, our regular members, our visitors, and I'm so glad that God brought us all together. So today we can rejoice in His presence. Rejoice in His presence. We're just going to move forward, and we will have our sisters, Sister Worsha and Sister Sharon and others, come and lead us in English praise and worship. And following that, Pastor Justin is going to come and going to speak to us a message, and let us be in the presence of God with a prayerful heart and a prayerful attitude. And following the English message, and believe Sister Vincy will come and lead us in an offering song, and then Sister Jason will come and pray the offering prayer.
Give me vision to see things like you do. God, I look to you, where my help comes from. Give me wisdom, you know just what to do. I will love you, Lord, my strength. I will love you, Lord, my shield. I will love you, Lord, my rock. Forever all my days I will love you, God. God, I look to you, I won't be overwhelmed. Give me vision to see things like you do. God, I look to you, you're where my help comes from. Give me wisdom, you know just what to do. And I will love you, Lord, my strength. And I will love you, Lord, my shield. And I will love you, Lord, my rock. Forever all my days I will love you, God. And I will love you, Lord, my strength. And I will love you, Lord, my shield. And I will love you, Lord, my rock. Forever all my days I will love you, God. Hallelujah, our God reigns. Hallelujah, our God reigns. Hallelujah, our God reigns. Forever all my days, hallelujah. Hallelujah, our God reigns. Hallelujah, our God reigns. Hallelujah, our God reigns. Forever all my days, hallelujah. God, I look to you, I won't be overwhelmed. Give me vision to see things like you do. God, I look to you, you're where my help comes from. Give me wisdom, you know just what to do. God, I look to you, I won't be overwhelmed. Give me vision to see
message, let's turn our Bible to Psalms 139, verses 23 and 24. സങ്കീർത്തനം 139:23-24. Psalms 139 verses 23 and 24. I'll read it. Search me, O God, and know my heart. Try me and know my anxieties. Yes. And see if there is any wicked way in me, and lead me in the way everlasting. Amen. So here we see the psalmist is pleading to God. The psalmist is crying to God. Psalmist is praying to God. For what he is praying, he is going through a very difficult time in his life. And psalmist is saying, know my anxieties. So what is like, psalmist is struggling with what? Psalmist is going through a season of anxieties. The modern researchers says that, most of the psychological researchers says that, most of the youths of this generation, the churches, the youths in the church are going through anxieties. And this anxiety is one of the weapons the Satan is using very, very much in this end days to take away the generations from the God. The anxiety is something, the weapon that Satan uses to take away the future that the God has set for the youths of our church. What does anxiety do? The anxiety leads to depression. Anxiety leads to what? Suicide. Anxiety leads to a lot of self-harms. Anxiety leads to depression and a lot of the things. So anxiety is in a way taking away the God's plan and purpose, what God has set for his child. Amen. And the psalmist is going through the same situation. Psalmist is saying, try me and know my anxiety. I'm struggling with anxiety in my life. I'm not able to grow. But he is pleading to God. What he is telling, his response is something that makes difference. As a child of God, how we have to respond to the anxieties. So the word of the God says in Psalms 20, verse 23, it says that his response is, search me, O God. So when he is going through such an anxiety in his life, the first approach or the person he is approaching is God. So the psalmist is running towards the God and he's saying, oh God, I am having anxiety in my life. Search me, O God, and know my heart. You please know my heart. You search my heart. And then he says, and see if there is any wicked ways in me. So psalmist understands the reason of anxiety. So the reason of anxiety is something is there in my life that is wicked there is a wicked way that I am traveling through, and that takes me away from the relationship of God. Why we have anxiety? When we are getting away from the relationship of God, or when we are getting away from the faith, or when we are getting away from the trust in God, that's where the anxiety get into our life. And the psalmist understands the reason why I am struggling with anxiety. It's just because there is some wicked way Satan is taking and keeping me in my life. And the psalmist says, O Lord, search me and take me and see what are the wicked ways in me. And then he's surrendering his life to God and he's saying that, and lead me away to the path of eternity. So that's the prayer of the psalmist. When he is going through such a situation in his life, when he is going through an anxiety in his life, the psalmist is coming to the God and he's saying, take me to the path, everlasting path. Take me to the eternity. Take me back into the presence of God. Lord, you come and examine my heart and take me to the path. Lead me to the path to God, the eternity. And which is that path? The path of faith. The path of prayer. The path of the continuous devotion with the God. Never try to hide
our sins in our life. If the anxieties in our life is due to because of some addictions in our life, or is it because of any sins, or is it because of any bondages, or is it because of there is lack of prayer in us, don't hide those things. Come into the God as psalmist comes to the God, as psalmist approach to the God and plead like psalmist, oh God, help me in this situation. Know the schemes of the devil. It's really important in these days to understand the schemes of the devil. So devil is trying to come into our life and put some anxieties and saying like, you're not good, you did that, so you're not good for the kingdom of God. You are walking in a way, so you're not good for the God. Your life is not worthy to be in the presence of God. Your life is not worthy to come into the stage and to minister to the people. This is the thoughts the devil come and put into your life. And that's what the psalmist is also struggling. You know, like, you might have seen that in the videos, the snake, when it gets prey, what it do is, it wrap around its prey. And it's trying to kill, squeeze it, and try to eat it. This is the same thing the devil and the anxieties tries to do. Devil puts some anxieties in our life to take away the purpose, and these anxieties, if we are not ready to come back to the God's presence, or if we are not ready to plead to God, or if we are not ready to cry to God as the psalmists do, what it happens is this anxiety keep on growing in us, and this anxiety tries to squeeze us. This anxiety tries to kill us, and it will not never allow us to grow in our faith journey. The psalmist understood it, and psalmist said, oh Lord, and he's crying, he's coming back to the presence of God, and he's crying to God, and he's saying, search me, O God, and please know my heart. Try me and know my situations, and what the situation I'm going through. God, please try to understand me, and see if there is any wicked way in me, if there is any sins in me. Lord, please understand that, and lead me to the path everlasting. So may the good God enable us these days to understand the schemes of the devil, and let us fight forward and let us go forward, and may the God enable us to do our best for the Lord. Amen. Hallelujah. Praise God. Praise God. Hallelujah. Manurvi
presence this morning. We thank you for the ability for us to come here this morning to worship you, Lord, in spirit and in truth, Lord. We thank you for the great songs and worship we had this morning at the Rams. Thank you for making a blessing to us, Father. We pray for the offering that was taken today, Lord. We pray that every portion of it will be used for the expansion of your kingdom. We pray for those who are not able to give today, Lord. We ask that you will open the heavens, the doors of the heaven, and bless them, Father God, so in the coming days they can give to your kingdom, Father God. We pray, Lord, for the continued service, the blessing of the service, the sermon that's going to be spoken. We pray that it will touch our hearts. It will give us healing, Father God, and it will bless us this day, Father God. We thank you for every family member and every person that is gathered here today. We pray that you will continue to touch their lives. We pray, Lord, that anyone coming here with any kind of issues or sickness or anything, that they will be healed and set free in Jesus' name, Father God. We give you all the glory and honor. In Jesus' name we pray. Amen. Amen. Thank you. Praise God. Praise God. And I'm going to ask Jonathan to come and read the scripture for today. And I didn't give him the words until recently, and hopefully it will be fine. Praise the Lord. Psalms 32, verse 7 to 9. You are a hiding place for me. You preserve me from trouble. You surround me with shouts of deliverance. I will instruct you and teach you in the way you should go. I will counsel you with my eye upon you. Be not like a horse or a mule without understanding, which must be curbed with bit and bridle, or it will not stay near you. Thank you. May God add his blessing to the reading of his holy word. And this morning I have a message from the same Psalm that we just read. And I don't know, this may be the plan of God that two messages come from Psalms, and that is interesting. And our Pastor Justin had just given us a very good message from Psalms, and that maybe the Lord's doing, the Lord's planning. And this morning, what I am going to speak is three things: surrounded, and guided, and transformed. And so from this Psalm, that is what we're going to look. I only have one slide, and it is not good looking slide. Now that we are used to very powerful slide, beautiful slide, and I keep mine very simple. Brother Justin spoke about anxiety, and I will also use some of those terminologies, anxiety. We live in a very rapidly changing world. I know, which is a good thing. You know, the world is changing. There is one thing that is constant is change. Change is always taking place. So the world is so much changing. And today I sit in my office and I attend university. And I know you do that too. We don't have to, in our church, we don't have to go to the bank. Our director of finance will take a check and do a couple of clicks and go to the bank. So we have so much technology that is making our life very easy and very good. And even when someone have a problem with their heart, there is nothing to worry. You go to the doctor and he take one out and put another one in. It is just a plug and play, kind of a very easy process. So the world is changing rapidly. And the anxiety that we just heard is part of that change that is taking place in this world. And we also know we live in a very fast-paced society, world. Nothing is going slow anymore. Everything is very fast. എല്ലാം വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. I know years ago when I was working with Verizon,
they sold features, and so many different features. And one of that feature was named Get It Now. That is how it was named. Get it now. And we have no time to wait for anything. We are so fast moving people. And what are some of these things that causes anxiety? Now that I use that same word that we heard, work and school create anxiety. It is creating anxiety in me. I'm doing some studies, and I had 6 papers that was due this week, and even this morning I submitted one. Create anxiety and stress, and also finances create anxiety, relationship create anxiety, health create anxiety, and fear about the unknown. We have so many things not known to us. So many unknowns are out there that create anxiety and stress in our life, and uncertainty of the future. We don't know how our future is going to be. That is, I'm speaking from my experience. When I was a young person, I was always looking into my future. I was always worried about it. I was always not worried, concerned about future. I don't think even a single person sitting here today who has no concern about the future. Everybody should have some concern about your future. If you don't have any concern, then you won't get anywhere. You need to have some concern about your life. That all create anxiety. It all create problems, stress in our life. But the good news is today, I have good news for you, that you don't really need to go through the anxiety or the stress, because we are surrounded. We are actually surrounded by a God who is so powerful, mighty, and who is able to make things happen. And we are surrounded by a great crowd of witnesses who had gone before us. We are surrounded by the angels of God. We are surrounded by the presence of God. We have no reason to be anxious. We have no reason to stress out. And when we look into these verses, 3 verses that I wanted to point out from this psalm is verse number 7. And in verse number 7, there are so many different things, but the word surround is at the last part of verse 7. You shall surround me with the song of deliverance. With the song of deliverance. You're going to surround me with the song of deliverance. മലയാളത്തിൽ നിന്ന് വായിക്കുന്നത്, യെസ്, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. നമ്മെ ചുറ്റിയിരിക്കുന്നത് ജയത്തിന്റെ ഗാനങ്ങളാണ്, പരാജയത്തിന്റെ ഗാനങ്ങളല്ല, വിജയത്തിന്റെ ഗാനങ്ങളാണ്, വിജയത്തിന്റെ ആഘോഷമാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ജീവിതത്തിൽ one thing that is waiting is victories. വിജയമാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വെയിറ്റ് ചെയ്യുന്നത്. അവരുടെ ലൈഫിൽ they will have victories. And I'm sure in every person's life there is going to be a time of victories, and there may be some times of sorrows. Life has mixed experience. If I'm going to teach you today, because you know God, from this moment forward, everything is going to be all beautiful, then I'm lying to you. Because Jesus himself said, in this world, you will have troubles. You will have problems. But there is one thing you can be taking into your heart, is that I have overcome all of them. ഈ ലോകത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ ആശ്വസിക്കാം, അവയെല്ലാം അതിജീവിച്ച ഒരുവനാണ് യേശു ക്രിസ്തു. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരത്തില്ല എന്ന് ബൈബിളോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വാക്കുകളോ വചനങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പ്രശ്നങ്ങൾ വരും, പക്ഷെ നമ്മൾ അതിനെ അതിജീവിക്കും. എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടി കടക്കും. There will be problems. നമ്മുടെ മുൻപിൽ നമ്മെ മുൻപോട്ട് വിടുവാൻ തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ അത് നമ്മളെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യത്തില്ല.
നമ്മൾ അതിനെ അതിജീവിക്കും, അതിനപ്പുറം നമ്മൾ പോകും. നമ്മുടെ നിത്യജീവനിൽ എത്തിക്കുവാൻ തടസ്സമാകുന്ന പാവങ്ങൾ, ഭാരങ്ങൾ, അകൃത്യങ്ങൾ, ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗമൊക്കെ കാണുന്ന പാവത്തെ കുറിച്ചുള്ള പരാമർശങ്ങളാണ്. അതൊക്കെ നമ്മെ നിത്യജീവനിൽ എത്തുവാൻ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിലും നമുക്ക് ഭാരപ്പെടാനില്ല. എന്റെ പാവം ഞാൻ നിന്നോട് അറിയിച്ചു, നീ അതെല്ലാം ക്ഷമിച്ചു തന്നു. എന്നാൽ അകൃത്യം നമ്മൾ മറച്ചു വെക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുന്നത്. നമ്മുടെ പ്രതികൂലങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ, ഈ ലോകത്തിൽ പൂർണ്ണതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഐ ആം നോട്ട് പെർഫെക്റ്റ്, ഐ നോ യു ആർ നോട്ട് പെർഫെക്റ്റ്. പക്ഷെങ്കിൽ ഒരു കാര്യം നമുക്ക് ആശ്വസിക്കാനുള്ളത്, നാം നോക്കുന്നവൻ യേശു ക്രിസ്തു, നമ്മുടെ ക്യാപ്റ്റൻ, നമ്മുടെ രക്ഷയുടെ ക്യാപ്റ്റൻ പൂർണ്ണത ഉള്ളവനാണ്. നാം ആ പൂർണ്ണതയുള്ള യേശുവിന്റെ അടുത്ത് വരുമ്പോൾ അവനിലുള്ള പൂർണ്ണത നമ്മളിലും വ്യാപരിക്കും. യേശുവിന്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ നമ്മുടെ പാപങ്ങൾ നമ്മെ വിട്ടുപോകും, നമ്മുടെ പ്രയാസങ്ങൾ നമ്മെ വിട്ടുപോകും, നമ്മുടെ സ്വഭാവങ്ങളിലുള്ള പ്രയാസങ്ങളെല്ലാം മാറിപ്പോകും. നാം ആ യേശുവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളിൽ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് അനുവദിക്കണം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന 3 വാക്കുകളും സറൗണ്ടഡ്, ഗൈഡഡ് ആൻഡ് ട്രാൻസ്ഫോം. നാം യേശുവിന്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ we will come to a transformed life. We will come to that later. എന്നാൽ ഈ 7ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് എന്താണ്? You are my hiding place. ആ വാക്ക് ഞാൻ കണ്ടപ്പോൾ, നീ എനിക്ക് മറവിടമാകുന്നു. You are my hiding place. എൻ്റെ ഓർമ്മയിൽ വന്ന ഒരു ഉദാഹരണം, എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം. ഞാൻ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടില് എൻ്റെ മദർ കോഴി മുട്ടയൊക്കെ വെച്ച് അതിനെ വിരിച്ച് കൊച്ചു കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി അങ്ങോട്ട് വിടും. അത് എങ്ങനെ ഓപ്പൺ സ്ഥലത്തായി കോഴിക്കുഞ്ഞുങ്ങൾ ചെന്ന് അത് ഓരോന്ന് തിന്നുകൊണ്ടിരിക്കും. സഡൻലി എവിടുന്നോ ഒരു പരുന്ത് വന്ന് ഒരെണ്ണത്തിനെ എടുത്തുകൊണ്ട് പോകും. പക്ഷേ അതിന് ഒളിക്കാൻ ഒരു സ്ഥലമില്ല. നമ്മുടെ ജീവിതത്തിലും അതുപോലെയാണ്. നാം ജീവിക്കുന്ന സാഹചര്യങ്ങൾ നമ്മളൊരു ഓപ്പൺ പ്ലേസിലാണ്. നമ്മളെ കവർ ചെയ്യുന്ന ഒന്നും ഈ ലോകത്തിലില്ല. നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടാൻ സാഹചര്യമുള്ള രീതിയിലാണ് നാം ആയിരിക്കുന്നത്. I don't use this word all the time. There can be attack from the demons and the devils and the Satan and all kind of things. We can have other ways of influences. Even in our Sunday school lesson, we were learning from the book of Proverbs. And wise allengil, we are in this open world. We are living in this open ground. So if we are not wise, so many situations, influences come to snatch us away from God and from the faith. And the wicked one, the Bible uses the word the wicked one, the dushtan, നമ്മെ സ്റ്റീൽ ചെയ്യുവാനായിട്ട് സാധ്യതയുള്ള ആ ഒരു പ്രതലത്തിലാണ് ദൈവമക്കൾ ജീവിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ്? നിങ്ങൾ അങ്ങനെ ഒരു ഓപ്പൺ ഗ്രൗണ്ടിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഭയപ്പെടാൻ ആവശ്യമില്ല. ഞാൻ നിനക്കൊരു മറവിടം ഒരുക്കിയിരിക്കുകയാണ്. You have a place to hide. ആ പ്രയാസങ്ങൾ വരുമ്പോൾ there is a place you can hide. You are not going to be on the open ground anymore. You come to me and I am going to give you a place. You are my hiding place. ആ you എന്ന് പറയുന്ന ദൈവത്തെയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മളെയല്ല. The psalmist is saying, you, God, you are my hiding place. ദൈവമേ, നീ ആകുന്നു എന്റെ മറവിടം. ഈ ലോകത്തിൽ എന്റെ സുരക്ഷിതത്വം ഇല്ലാതെയാകുമ്പോൾ എനിക്ക് സുരക്ഷിതമായി ഒളിക്കാൻ ഒരു ഇടമുണ്ട്. ആ ഇടത്ത് ഞാൻ വരുമ്പോൾ ഞാൻ സുരക്ഷിതനാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ we are always safe and we are always secure. There is nothing to worry about. അതുകൊണ്ടാണ് പൗലോസ് ഈ ലോകത്തെ നോക്കി ചലഞ്ച് ചെയ്തത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. കഷ്ടത, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്. ഈ ലോകത്തിൽ ഈ ഓപ്പൺ ഗ്രൗണ്ടിൽ നിന്ന് നമ്മെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറ്റാനുള്ള
വലിയ ഒരു ലിസ്റ്റ് നിരത്തിയിട്ട് പൗലോസ് ചലഞ്ച് ചെയ്യുകയാണ്. ഇതിൽ ഏതിന് എന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയും? കാരണം ക്രിസ്തുവിന്റെ കരത്തിലിരിക്കുന്ന ഒരു വ്യക്തി, they are safe and secure in the hands of God. അവിടെയാണ് we are surrounded by God's presence. നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ വലയത്തിൽ നാം ആയിരിക്കുമ്പോൾ we have nothing to fear. നമുക്ക് ഈ ലോകത്തിൽ ഒന്നും ഭയപ്പെടേണ്ടെന്ന ആവശ്യമില്ല. You shall preserve me from trouble. Yes, നമുക്ക് ട്രബിൾ വരും. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. അങ്ങനെ എനിക്ക് രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ സറൗണ്ട് ചെയ്യും. You are surrounded by that. Okay. There's so many verses that in the Bible. നമുക്ക് ഈ ഒരു ഷെൽട്ടർ, ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ഒരു ഷെൽട്ടർ ഉണ്ട്, നമുക്കൊരു മറവിടമുണ്ട്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽക്കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അവിടെയാണ് നമ്മൾ അത്യുന്നതന്റെ മറവിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് ഈ ലോകത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ സങ്കീർത്തനം പറയുന്നത് വശത്ത് കുറച്ച് വരും, വലത്തുവശത്ത് വരും, പകൽ വരും, രാത്രി വരും. പക്ഷെ ഇതിന് ഒന്നും അടുത്ത് വരത്തില്ല. കാരണം ഒരു വലിയ ഷെൽട്ടറാണ് നമുക്കുള്ളത്. നമ്മളെ വലിയൊരു മറവിടത്തിലാക്കിയിരിക്കുകയാണ്. ഇതൊന്നും നമ്മെ ഉപദ്രവിക്കത്തില്ല. പക്ഷെ നാം ആ ഷെൽട്ടറിൽ ആയിരിക്കേണ്ടുന്നത് നമ്മുടെ ഒരു ആവശ്യമാണ്. വേറെ ഒരു വാക്യം യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിക്കുന്നത് എന്താണ്? Actually, there is another verse. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. So when you will have troubles, but you have a place to go into. നമുക്ക് പോകാൻ ഒരു ഇടമുണ്ട്. ഇവിടെ യെശയ്യാവ് പറയുന്നത്, നമുക്ക് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൽ കൂടെ പോകും. വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. നദികളിൽ കൂടി കടന്നു പോകുമ്പോൾ അത് നമ്മുടെ മീതെ കവിയത്തില്ല. നമ്മൾ തീയിൽ കൂടി കടന്നു പോകും. പക്ഷേ അത് നിന്നെ ഒരിക്കലും ദഹിപ്പിക്കത്തില്ല. കാരണം നമുക്കൊരു വലിയൊരു മറവിടമാണ്. ദൈവം നമ്മുടെ മറവിടമാണ്. എത്ര പേര് ഇന്ന് ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആ ഒരു ഫുൾ അഷ്വറൻസ് നമുക്കുണ്ട്. ദൈവത്തിന്റെ സന്നിധി അവിടെ എന്റെ മറവിടമാണ്. എനിക്ക് ഈ ലോകത്തിൽ ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്ന അനേക സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്. ഒരുപാട് സ്ട്രെസ് ഉള്ള ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഒരുപാട് ഡിപ്രഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളവരുടെ ആ മധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ ഇതൊന്നും എന്നെ തൊടത്തില്ല. കാരണം ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിലാണ്, ദൈവത്തിന്റെ മറവിടത്തിന്റെ ഉള്ളിലാണ് ഞാൻ ജീവിക്കുന്നത്. അടുത്തത് ഗൈഡഡ്. So we are surrounded by God's sheltering presence. രണ്ടാമത് it is guided. God is promising us his personal guidance. നമുക്ക് എത്ര പേർക്ക് ഇങ്ങനെയുള്ള ഒരു ഗൈഡൻസ് തരുന്ന ആള് is a guide. So when you have a personal guide, it will be good. He will tell you what to do, where to go. I know when young people are going through college, I know they wanted to get some guidance. They have a guidance office in the school. So there is a career assistance, and they will tell them what kind of majors they have to work on, what kind of jobs are waiting for you out there. So there are people who guide. When you have nobody to guide you, what happens? You go to school, you join a school. This happens to so many Malayali Pentecostal youngsters. I'm not making this up. I have evidences I can present to you. We have, even in my own home, I have evidences for this. And we have so many youngsters go to college, they have no idea what they wanted to do in their life. They have nobody to guide them. They start with biology, and the next semester they may change into sociology, and then the following semester their major is psychology, and they will be in school for 6-7 years doing their bachelor's degree. And so because they have nobody to guide them. But remember this, God is promising that he is going to be your guide and my guide. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ ലോകത്തിലെ ഒരു ഗൈഡിനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ
what a limited knowledge this person has. What a limited knowledge. Only a person can give what he has. നമ്മൾ ഓർക്കണം, എൻ്റെ കയ്യിൽ $10 ഉള്ളെങ്കിൽ എനിക്ക് ആർക്കും $15 കൊടുക്കാൻ പറ്റത്തില്ല. I can give $9 and $8 and $5 and even $10, but I cannot give $11 or $15 because I don't have it. ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല വ്യക്തികളുടെയും അറിവിന് പരിമിതികളുണ്ട്. There is no unlimited knowledge anybody has. എല്ലാവരുടെയും അറിവിന് പരിമിതികളുണ്ട്. ഒരാളുടെ പരിമിതിയിൽ കൂടിയാണ് നമ്മൾ ഒരാളെ ഗൈഡ് ചെയ്യുന്നത്. ഇവിടെ when we learned about wisdom this morning, Sunday school കൂടി wisdom-ത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, wisdom is crying out in the street, come, listen to me. നമ്മൾ ഓർക്കണം, ആ വിസ്ഡം യഥാർത്ഥത്തിൽ വിസ്ഡത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ്. God is the source of wisdom. നമ്മള് യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നതാണ്, ഒരുവന് ബുദ്ധിയില്ലെന്ന് തോന്നിയാൽ എല്ലാവർക്കും വളരെ അബണ്ടന്റ് ആയിട്ട് ഔദാര്യമായിട്ട് കൊടുക്കുന്ന ദൈവത്തോട് ചോദിപ്പീൻ. Because God is the source of wisdom. നമുക്കുള്ളത് അറിവാണ്. We have a lot of knowledge. We have book knowledge, we have experiences from our life, but the real wisdom comes from God. നമ്മൾ ഓർക്കണം, ഒരു മാനുഷികമായ ഒരു ലിമിറ്റഡ് നോളജ് കൊണ്ട് കിട്ടുന്ന ഗൈഡൻസ് കൊണ്ട് ഒരു വ്യക്തിക്ക് ഉന്നതങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയുമെങ്കിൽ യാതൊരു പരിമിതികളും ഇല്ലാത്ത അറിവ്, ജ്ഞാനം നമ്മുടെ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ നാളെയെ കുറിച്ച്, ഇനി വരാൻ പോകുന്ന അനേകം നാളുകളെ കുറിച്ച് അറിയാവുന്ന ഒരു ദൈവത്തിന്റെ ഗൈഡൻസ് നമുക്കുണ്ടെങ്കിൽ where you will be, നിങ്ങൾ എവിടെ എത്തിച്ചേരും? നിങ്ങൾക്ക് എത്തിച്ചേരുന്നതിന് ഒരു ലിമിറ്റേഷനും ഇല്ല. Because God is the one who is guiding you. ഇവിടെ ഈ വാക്യത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. നീ ഏത് മേജർ എടുക്കണമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരും. ഏത് സ്കൂളിൽ പോകണമെന്ന് ഞാൻ കാണിച്ചു തരും. എവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരും. നമ്മുടെ ദൈവം നമ്മെ ദൃഷ്ടി വെച്ച് പേഴ്സണലി അറിയുന്ന, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമാണ്. നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ദൈവത്തിന്റെ ഗൈഡൻസ് ഇവിടെ വരുന്നത്. നമ്മൾ ഒരു ഉടുപ്പ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു പാൻസ് വാങ്ങിക്കാൻ, we just take a 32 maybe 34 32 that size, then you have to maybe alter it or do some alteration to fit you. പക്ഷേ ദൈവം അങ്ങനെ one size fit all ഉപദേശവും ഗൈഡൻസും അല്ല ദൈവം കൊടുക്കുന്നത്. The God's guidance is personalized. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് God promises personal guidance. നമുക്ക് വ്യക്തിപരമായ ഗൈഡൻസ് തന്ന് നമ്മെ ദൈവം നടത്തും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. പരിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കും. വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വരുമ്പോൾ ആണ് നമ്മുടെ ജീവിതങ്ങളെ കുറിച്ചുള്ള വിവേചനം നമുക്ക് ലഭിക്കും. ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ നാം നമ്മുടെ ജീവിതത്തെ തന്നെ വിവേചിക്കുന്നവരായിരിക്കണം. എന്റെ നടപ്പ് ദൈവസന്നിധിയിൽ എങ്ങനെയുണ്ട്? ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ പോരായ്മകൾ എന്താണ്? We always have to look for that. I am actually a person continually look for what are my weaknesses. എന്റെ ഒരു ലൈഫിന്റെ ഒരു ഭാഗം അങ്ങനെയാണ്. I always look for where am I wrong, where am I short, what am I doing not good. Only I tell you this, നമ്മളെ കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം എന്താണെന്നറിയാമോ? We are always the best one. ഇല്ലേ? That is our opinion about ourselves. ഒരു വ്യക്തിയും ഈ ലോകത്തിൽ ഞാൻ ഇച്ചിരി പോരായ്മയുള്ള ഒരാളാണെന്ന് പറയില്ല. You will never say that. പക്ഷെങ്കിൽ മറ്റുള്ളവരുടെ വീക്ക്നെസ്സും കുഴപ്പങ്ങളുമാണ് നമ്മൾ കാണുന്നത്. When you look at me, you see problem. Oh, this Nelson B. John has problem. But when I look at you, I may see the same thing.
But when I look myself, within myself, I may not see. ഞാൻ എന്നിൽ തന്നെ നോക്കി എന്റെ പോരായ്മ കണ്ടുപിടിക്കുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം. നമ്മൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതല്ല നമ്മുടെ ജോലി. അത് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കി നമ്മുടെ പോരായ്മ. അതുകൊണ്ടാണ് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും എന്നുള്ള ആ സങ്കീർത്തനത്തിന്റെ ആരംഭം. അത് ആ സങ്കീർത്തനക്കാരൻ തന്റെ ഉള്ളിൽ നോക്കിയപ്പോൾ പാപം കണ്ടു. പാപം അകൃത്യം കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്റെ ഹൃദയത്തിൽ ഇച്ചിരി പ്രശ്നമുണ്ട്, അതൊന്ന് പരിഹരിച്ചു തരണമേ. ദൈവം പരിഹരിച്ചു. ആ ഒരു അഷുറൻസ് ഈ സങ്കീർത്തനക്കാരന് കിട്ടി. അപ്പോൾ ഞാൻ എന്റെ പാപത്തിന്റെ കുറ്റം അവനോട് അറിയിച്ചു, അവനത് ക്ഷമിച്ചു തന്നു. അഷുറൻസ് ആണ്, അതിനകത്ത് ഒരു ഡൗട്ട് ഇല്ല. there is no doubt. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ലൈഫിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള പോരായ്മകളെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയും അതുപോലെ തന്നെ വരുവാനുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. It's a two different kind of thing. പരിശുദ്ധാത്മാവ് നീതിയെ കുറിച്ച് ന്യായവിധിയെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തും, അതുപോലെ തന്നെ വരുവാനുള്ള കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടും. ദൈവത്തിന്റെ ഈ ഗൈഡൻസ് നമ്മൾക്ക് ലഭിക്കുന്നത് ഐസായ 30 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നിങ്ങൾ ഇടത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ബ്യൂട്ടിഫുൾ തിങ് ഇറ്റ് ഈസ്. നമ്മൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നുമില്ല. നമ്മൾ ഓർക്കണം, വി ആർ നത്തിങ്, വി ആർ നോബഡി. ബട്ട് നമ്മെ ഇത്രമാത്രം കരുതുന്ന, നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന, നമ്മൾ പോകേണ്ടുന്ന വഴി നമ്മെ കാണിച്ചു തന്ന്, നമ്മൾ ഒരു മിസ്റ്റേക്ക് വരാതെ, നമ്മൾ ഒരു ഡീറ്റൂർ എടുത്ത് അനേകം മൈലുകൾ പോകാതെ, നമ്മൾ പോകേണ്ടുന്ന വഴിയെ കൂടെ തന്നെ പോയി കൃത്യ സ്ഥലത്ത് എത്തിച്ചേരുന്ന ആ ദൈവത്തിന്റെ ഗൈഡൻസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഇറ്റ് ഈസ്. നമ്മൾക്ക് ഒരു പ്രയാസമില്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന ഇടത്ത് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും. ലാസ്റ്റ് തിങ്, ഏറ്റവും അവസാനമായിട്ട് നാം കാണുന്നത്, we going to be transformed. ഈ അവസാനത്തെ 9ാമത്തെ വാക്യത്തിൽ ഈ ഒരു ഐഡിയ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കുതിരയെ കുറിച്ചും കോവർക്കഴുതയെ കുറിച്ചും അവയുടെ ചമയങ്ങളും മുഖപ്പട്ടയും അവയെ മെരുക്കാനുള്ള പ്രയാസം ഇല്ലേ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കുതിരയും കഴുതയും ഒക്കെ മെരുക്കിയെടുക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ്. അപ്പൊ നമ്മളും അതുപോലെയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോഴും ദൈവത്തിനും നമ്മെ മെരുക്കാൻ ഇച്ചിരി പ്രയാസമാണ്. കാരണം നമ്മൾ അനുസരിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഉദാഹരണം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേങ്കിൽ അവയെ അടക്കി വരാനായിട്ടാണ് ഈ ചമയങ്ങളും കടിഞ്ഞാണുകളും മുഖപ്പട്ടയും ഒക്കെ ഉപയോഗിച്ച് അവയെ മെരുക്കി എടുക്കുമ്പോൾ that is transformed. അനുസരിക്കാത്ത ഒരു കുതിര. നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരായ നമുക്കറിയാം, ഈ വനത്തിൽ നിന്ന് ആനയെ പിടിക്കുന്നത്. അത് വലിയ കുഴിക്കകത്ത് ചാടിച്ച് അതിനെ പിടിച്ച് അതിനെ ഒരു കൂട്ടിൽ കൊണ്ടുവന്ന് നിരത്തി ഒരു 6 മാസം കഴിയുമ്പോൾ ഈ ആന കാട്ടിൽ നിന്ന് ആനയേ അല്ല, ഇല്ലേ? ഈ കാട്ടിൽ നിന്ന് ആനയല്ലിത്. ഇത് ഇടത്തോട്ടെന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തന്നെ പോകും, വലത്തോട്ടെന്ന് പറഞ്ഞാൽ വലത്തോട്ട് പോകും. അതാണ് ട്രാൻസ്ഫോർമേഷൻ. ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ കൂടി ദൈവത്തിന്റെ മക്കളെ ദൈവം കൊണ്ടുവരും. നമ്മൾ ഒരു കാലത്ത് നമ്മൾ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ഒരു കാലത്ത് നമ്മൾ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരായിരുന്നു. ഒരു സമയത്ത് നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ നടക്കുന്നവരായിരുന്നു. അത് ദൈവസന്നിധിയിൽ ദൈവത്തിന് സ്വീകാര്യമായിരുന്നില്ല. നമ്മൾ ദൈവത്തെ വിട്ട് അകന്ന്, അത് ഒരു പാട്ട് തന്നെ ഉണ്ട്, ജസ്റ്റ് ലൈക്ക് ദാറ്റ് സോങ്, നിന്നെ വിട്ട് ബഹുദൂരം ഓടി എന്ന് പറഞ്ഞൊരു പാട്ട് തന്നെ ഉണ്ട്. So there is a song that is telling that we go away from the presence of God. പക്ഷേ അവിടെ നിന്നും ജീവിതത്തിലെ പല അനുഭവങ്ങളിൽ കൂടി, പല എക്സ്പീരിയൻസിൽ കൂടി ദൈവം നമുക്കും ചില മുഖപ്പട്ടകളും ചില കടിഞ്ഞാണുകളും ഒക്കെ ഇട്ട് he brought us back into his presence. നമുക്കറിയാം, ഒരു അപ്പോസ്തലനായ പൗലോസ്, I mean he was a Saul before. He was destroying the church. He
He was destroying everybody who is following Christ. But one day, ദൈവം പൗലോസിന്റെ മേളിലും ഒരു മുഖപ്പട്ടയും ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വന്നപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത്? നീ അനേകരുടെ അടുത്ത് സുവിശേഷം പറയേണ്ടതാകുന്നു, അതിനുവേണ്ടി ഞാൻ നിന്നെ വിളിക്കുന്നു. നമ്മൾ ഇതുപോലെ ദൈവത്തിന്റെ രാജ്യത്തിൽ നിന്നും അകന്നകന്ന്, ദൈവ ഇഷ്ടത്തിൽ നിന്നും അകന്നകന്ന് പോയി. പക്ഷെ ദൈവം ജീവിതത്തിലെ പല സാഹചര്യങ്ങളിൽ കൂടി നമ്മുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്തു, നമ്മെ രൂപാന്തരപ്പെടുത്തി, നമ്മെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരാക്കി. നമ്മൾ ശാഠ്യക്കാരായിരുന്നു ഒരു സമയത്ത്. നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ചെവിക്കും ഒന്നും ഒരു പരിച്ഛേദന ഇല്ലാത്തവരായിരുന്നു. നമ്മളെല്ലാവരും ദൈവത്തോട് മറുതലിക്കുന്നവരായിരുന്നു, പരിശുദ്ധാത്മാവിനോട് മറുത്ത് നിൽക്കുന്നവരായിരുന്നു. അതിന്റെ മധ്യത്തിൽ നിന്നും നമുക്ക് ദൈവത്തിന്റെ വചനത്തിന് ചെവി കൊടുക്കാനായിട്ട് മനസ്സില്ലായിരുന്നു. എന്നാൽ അതിന്റെ മധ്യത്തിൽ നിന്നും നമ്മുടെ ദൈവം നമ്മെ വിളിച്ചു, നമ്മെ വേർതിരിച്ചു, നമ്മുടെ പാപം മോചിച്ചു. നമ്മളെല്ലാവരും പല അനുഭവങ്ങളിൽ കൂടിയാണ് വിശ്വാസത്തിൽ കടന്നത്. എല്ലാവരും ഒരേ അനുഭവത്തിൽ കൂടിയല്ല. We all have come to the Lord through various kinds of experiences. എന്നാൽ ഇവിടെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ, നാം ഏത് അവസ്ഥയിൽ നിന്ന് വന്നാലും നാം ഒരിക്കലും പിന്നെ പഴയ അവസ്ഥയിലല്ല. We are transformed. നമ്മുടെ ജീവിതത്തെ കർത്താവ് പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തുന്നു. He transforms us. And everything, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ, everything is new, completely, totally free, new. It's not an improved version. നമ്മൾ ആരും ഒരു improved version അല്ല. We are totally changed, totally transformed people. എന്നാൽ നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മളത് ഓർക്കണം. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. നാം ട്രാൻസ്ഫോംഡ് ആയാലും വീണ്ടും നമ്മളെ പഴയ ആ ചെളിയിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോകാനുള്ള അനേക സാഹചര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. അവിടെയാണ് വിശുദ്ധം വിളിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ അകന്നു പോകാതെ നിങ്ങൾ ബുദ്ധിയുള്ളവരായി, പരിജ്ഞാനമുള്ളവരായി ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ ടോട്ടലി സമർപ്പിച്ച്, റോമാലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ നമ്മുടെ മനസ്സുകളെ പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം. ഇന്ന് ഞാൻ ഈ വചനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സിസ്റ്റർ ബിൻസി will sing a song in a few minutes. നമുക്ക് അല്പസമയം നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് ശോധന ചെയ്യാം. നാം ഈ സങ്കീർത്തനം വായിച്ച് ഇത് ആരംഭിച്ചത് പാപത്തിന്റെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. പാപം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെയിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ഞാൻ രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. അപ്പോൾ ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു. ജസ്റ്റിനും പറഞ്ഞപ്പോൾ ആങ്സൈറ്റിയുടെ ഒരു റീസൺ പാപമാണ്. That's what he mentioned. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ ലംഘനങ്ങളെ ഞാൻ യഹോവയോട് ഏറ്റു പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം എനിക്ക് ക്ഷമിച്ചു തന്നു. നാം പാപികളാണെങ്കിലും ദോഷികളാണെങ്കിലും നാം നമ്മുടെ ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ എങ്ങനെയുള്ളവരായിരുന്നാലും നമ്മെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു വലിയ മറവിടം നമുക്കുണ്ട്, ഒരു വലിയ ദൈവത്തിന്റെ പ്രസൻസ് നമുക്കുണ്ട്. നാം പോകുന്ന വഴി നമുക്ക് കാണിച്ചു തരുന്ന, നമ്മെ ഗൈഡ് ചെയ്യുന്ന ഒരു നിത്യനായ ദൈവം നമ്മുടെ നിരന്തരമായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ നിമിഷവും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ആ ദൈവം നമ്മെ പാപത്തിന്റെ എല്ലാ കുറ്റങ്ങളും പാപത്തിന്റെ എല്ലാ ശിക്ഷകളും അകറ്റി നമ്മെ പുതുതാക്കി, നമ്മെ രൂപാന്തരപ്പെടുത്തി, നമ്മെ ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നു. ഈ അവസ്ഥയിൽ നമുക്ക് ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മൾ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് നമ്മുടെ അവസ്ഥകളെ ഏറ്റു പറയാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുന്നവനാണ്, നമ്മെ നാടി വിളിക്കുന്നവനാണ്. കാൽവറിയിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം നമ്മുടെ സകല പാവങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ആ രക്തമാണ്. ഇന്ന് പകൽക്കാലം ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. നമുക്ക് ഈ
പാട്ട് പാടി ദൈവത്തെ ആരാധിച്ചതിന് ശേഷം പ്രിയാച്ചായൻ പ്രാർത്ഥിച്ച് സഭായോഗം അവസാനിപ്പിക്കും. Hallelujah.
Praise God. ഭഗവാനെ പ്രാർത്ഥിപ്പാനെ കർത്താവിനെ Praise you, Jesus. കർത്താവെ നന്ദിയോട് സ്തോത്രമുള്ളതായി കർത്താവെ കേൾപ്പിച്ച നല്ലവനായി ഞങ്ങൾക്ക് എപ്പോഴും കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് പോയാൽ നല്ലൊരു മറുപടി ഉള്ളതിനായി Amen. കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രത്തിന്റെ എല്ലാ മക്കൾക്കായും നന്ദിയുടെ കുടുംബങ്ങൾക്കായും നന്ദിയുടെ കർത്താവിനെ പ്രാർത്ഥിക്കുന്നു രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്രിസ്ത്യാനി യോഗ്യതയ്ക്ക് പ്രാർത്ഥിക്കുന്നു ജോലിക്കാരുടെ സ്കൂളിലൊക്കെ പോകുന്ന എല്ലാവരും കർത്താരോധയുടെ സൂക്ഷിനെ ദുഷ്ടമുള്ളത് കാത്തുള്ളതിനെ പ്രാർത്ഥിക്കുന്നു താഴ്ചകൾ ഒരുപോലും മറ്റുള്ളവനെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്വതം സ്വീശ്വതാനുകളുടെ നാമത്തിൽ തന്നെ ആമേൻ. Amen. Hallelujah. Praise God. Praise God. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയായി കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോട് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.